ഹലോ! നമുക്കിന്ന് നല്ല സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു മിൽക്ക് കേക്ക് എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അത് റെഡിയാക്കാൻ നമുക്കൊരു പാനിൽ 2 കപ്പ് പാലും 2 കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആദ്യം. അപ്പോൾ അത് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാവുന്നതാണ്. അതിന് മുന്നേ ഓൺ ആക്കല്. ഇത് നന്നായിട്ട് മിക്സായി ലംസൊന്നും ഇല്ലാന്ന് കാണുമ്പോഴേ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാവുള്ളൂ. എന്നിട്ട് അതൊന്ന് നമ്മൾ ഇളക്കി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരപ്പൊടി നമുക്ക് ഇടണം. അപ്പോൾ ആ പഞ്ചസാര പൊടിക്കുമ്പോൾ നമുക്ക് 2-3 ഏലക്കയും കൂടി ഇട്ട് പൊടിക്കുക, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. എന്നിട്ട് പാലൊന്ന് തിളച്ച് വരുന്ന കാണുമ്പോഴത്തേക്ക് കുറച്ച് നാരങ്ങാനീര് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ. അപ്പോഴത്തേക്ക് പാലൊക്കെ പിരിഞ്ഞ് ഇതുപോലെ വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് കാണും. എന്നിട്ട് ഇതിൻ്റെ ഒരു വെള്ളം ഒന്നിച്ചിരി വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര മധുരം വേണ്ടി അനുസരിച്ച് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കണ്ട് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വെള്ളമൊക്കെ മാറി കംപ്ലീറ്റ്ലി പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഈ മേളിൽ ഒരു കാഷ്യൂനട്ടും ആൽമണ്ടും ഒക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 1 to 2 hours നമുക്കൊന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മിൽക്ക് കേക്ക് ഇതൊന്ന് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല മധുരമുള്ള നല്ലൊരു മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്.